Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് Evaluation and Management ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, a patient comes into her doctor's office for her weekly blood sugar check. Her blood is drawn by the LPN on staff. The visit takes about 5 minutes total. ഇവിടെ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് ഡോക്ടറിൻ്റെ ഓഫീസിലാണ്. വീക്ക്ലി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനാണ്. വീക്ക്ലി ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ചെയ്യുന്നതാണ് പേഷ്യൻ്റ്. സോ അത് ചെക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഇവിടെ നേഴ്സ് ഓൺ സ്റ്റാഫാണ്, അതായത് ആ ഡ്യൂട്ടിയിലുള്ള നേഴ്സാണ് ബ്ലഡ് എടുക്കുന്നത്. ബ്ലഡ് ഡ്രോൺ ബൈ ദി LPN ഓൺ സ്റ്റാഫ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു നേഴ്സാണ് ഡയറക്റ്റ്ലി ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ദ വിസിറ്റ് ടേക്സ് അബൌട്ട് 5 minutes ടോട്ടൽ. ഒരു 5 minutes ആണ് ടോട്ടൽ ടൈമായിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് പേഷ്യൻ്റ് കംസ് ഇൻ ടു ഹെർ ഡോക്ടേഴ്സ് ഓഫീസ് എന്നാണ് പറയുന്നത്. അതായത് യൂഷ്വലി ഈ ഒരു പേഷ്യൻ്റ് ഈ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലാണ് നമ്മൾ ഹെർ ഡോക്ടർ, ഹിസ് ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. അതായത് പേഷ്യൻ്റ് ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ്. ഒരു ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഹെർ ഡോക്ടർ, ഹിസ് ഡോക്ടർ അങ്ങനെയൊന്നും പറയില്ല. സോ ഇവിടെ വീക്ക്ലി പേഷ്യൻ്റ് വരുന്നുണ്ട്, സെയിം ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് വിസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹെർ ഡോക്ടർ എന്ന് പറയുന്നത്. സോ ദ പേഷ്യൻ്റ് ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ്. പിന്നെ ഇവിടെ നേഴ്സാണ് ബ്ലഡ് എടുക്കുന്നതും ഒരു 5 minutes ടോട്ടൽ ടൈമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ A 99202 പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പെർഫോംഡ് ഓൺ എ ന്യൂ പേഷ്യൻ്റ് ആണ്. ഒരു ന്യൂ പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ള സർവീസാണ് ഇവിടെ പറയുന്നത്. സോ ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യുക, ബിക്കോസ് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, നമുക്ക് ക്ലിയർ ആണ്. ഇനി ഓപ്ഷൻ D നോക്കുകയാണെങ്കിൽ അതിൽ 93792 ആണ് പറയുന്നത്. അതായത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കോഡുകൾ വരുന്നത് 99 സീരീസിലാണ്. സോ ഇത് 93 ആയതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഓപ്ഷൻ ബിയും സിയും നോക്കുകയാണെങ്കിൽ 99212ഉം 211 എന്ന് പറയുന്നതും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിൻ്റെ കോഡ് തന്നെയാണ്. ഇനി ഇതിൽ ഓപ്ഷൻ ബി 99212 എന്ന് പറയുന്നത് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് വിച്ച് റിക്വയേഴ്സ് എ മെഡിക്കലി അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി ആൻഡ് ഒരു എക്സാമിനേഷൻ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഡോക്ടർ ചെയ്യുന്ന പ്രൊസീജിയറിന് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ ഇവിടെ ഒരു മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള MDM ആണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് നമ്മൾ 212 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലെ കേസിൽ ഒരു ഡോക്ടറിൻ്റെ പ്രസൻസ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അതായത് ഒരു ഡോക്ടർ ഡയറക്റ്റ്ലി ഈ ഒരു ബ്ലഡ് എടുക്കുക, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിലുള്ള ഒരു നേഴ്സ് തന്നെ മതിയാവും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടറിന് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് MDM ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ 99211 ആണ്. ദാറ്റ് ഈസ് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ഫോർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് ദാറ്റ് മേ നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ഇവിടെ ഒരു ഡോക്ടർ ഡയറക്റ്റ്ലി ആവശ്യമായിട്ട് വരുന്നില്ല, ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് പകരം ഒരു നേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യനിലും അത് തന്നെയാണ്. എന്താണ് ഈ ഒരു ബ്ലഡ് ഡ്രോ ചെയ്യുന്നതൊക്കെ നേഴ്സിന് ചെയ്യാവുന്ന കാര്യമാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 99211. Next question, a 3-year-old child is brought into the ER emergency room after swallowing a penny. A detailed history and exam are taken on the child and medical decision making is of moderate complexity. The child is admitted to observation for 3 hours and is then discharged home. ഇവിടെ ഒരു 3-year-old ഒരു കോയിനോ സ്വാലോ ചെയ്തിട്ട് എമർജൻസി റൂമിലേക്ക് വന്നേക്കാണ്. സോ അവിടെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും എക്സാമിനേഷനൊക്കെ ചെയ്തു. മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആണ് എന്ന് പറയുന്നുണ്ട്. ദ ചൈൽഡ് ഇസ് അഡ്മിറ്റഡ് ടു ഒബ്സർവേഷൻ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തു ആൻഡ് ഫോർ 3 hours ആൻഡ് ഇസ് ദെൻ ഡിസ്ചാർജ് ഹോം. ഒരു 3 hours അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിനെ ഹോമിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്.
സോ ഇവിടെ പേഷ്യൻ്റ് വന്നത് എമർജൻസി റൂമിലാണ്, അഡ്മിറ്റ് ചെയ്തത് ഒബ്സർവേഷനിലേക്കാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, 3 hours പേഷ്യൻറ്റിനെ ഡിസ്ചാർജും ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്ചാർജ് ഓൺ ദ സെയിം ഡേ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ ദി സെയിം ഡേറ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ നമ്മളിനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 999222 ആണ്. ഈ കോഡ് പറയുന്നത് ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ പെർ ഡേ ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ് വിച്ച് റിക്വയർസ് എ മെഡിക്കലി അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി ആൻഡ് ഓർ എക്സാമിനേഷൻ ആൻഡ് മോഡറേറ്റ് ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഒക്കെയാണ് പറയുന്നതെങ്കിലും ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൻ്റെ കോഡാണ് വരുന്നത്. ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന് ഫസ്റ്റ് കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇനീഷ്യൽ കെയർ അല്ലെങ്കിൽ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻപേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്, ഒബ്സർവേഷനിലായാലും ഫസ്റ്റിൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മോഡറേറ്റ് കോംപ്ലക്സിറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഡിസ്ചാർജ് ആവുന്ന കാര്യമൊന്നും പറയുന്നില്ല. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 99235 ആണ്. നമുക്കത് ഈ 99235 വരുന്നത് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ സർവീസ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിങ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ നമുക്കുണ്ട്. അതായത് സെയിം ഡേയിൽ തന്നെ ഒരാളെ അഡ്മിറ്റ് ആക്കി സെയിം ഡേറ്റിൽ തന്നെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നമ്മൾ വേറൊരു സെറ്റ് ഓഫ് കോഡുകളാണ് എടുക്കുക. ആ കോഡുകളാണ് 99234235 ആൻഡ് 236. അവിടെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് മാറും. സ്ട്രെയിറ്റ് ഫോർവേഡ് ഉണ്ട്, മോഡറേറ്റും ഉണ്ട്, ഹൈ കോംപ്ലക്സിറ്റിയും ഉണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലും എന്താണ്, സെയിം ഡേറ്റിൽ തന്നെയാണ്, അഡ്മിഷൻ്റെ സെയിം ഡേറ്റിലാണ്, 3 hours ഡിസ്ചാർജും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കോഡുകൾ നോക്കേണ്ടത് ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ നിന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ബിയും ഡിയും ആണ്, 99235 234 ആണ് ആ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ നിന്ന് വരുന്ന കോഡുകൾ വരുന്നത്. ഇനി ഓപ്ഷൻ ബിയിലെ 99235 നോക്കുകയാണെങ്കിൽ അതിൽ hospital inpatient or observation care for the evaluation and management of a patient including admission and discharge on the same date which requires a medically appropriate history and or examination and moderate level of medical decision making ആണ് പറയുന്നത്. സോ ദ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ്, 99234 എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയർ ഓൺ ദ സെയിം ഡേറ്റ് ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ഓർ ലോ ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ഇത് മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആണ് എന്നുള്ളത്. സോ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ബി 99235 എടുക്കാം. അപ്പോൾ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൽ തന്നെ ഇനീഷ്യൽ ആണോ സബ്സിക്വൻ്റ് ആണോ നോക്കണം. അതുപോലെ തന്നെ സെയിം ഡേറ്റിൽ തന്നെയാണോ അഡ്മിഷനും ഡിസ്ചാർജും എന്ന് നോക്കിയിട്ട് വേണം കോഡുകൾ ചൂസ് ചെയ്യാനായിട്ട്. സോ ഇവിടെ പേഷ്യൻ്റ് വന്ന് 3 hours ഡിസ്ചാർജ് ആണ് ചെയ്യുന്നത്, അതായത് ഒബ്സർവേഷനിലേക്ക് വന്ന് 3 hours ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ ദ സെയിം ഡേറ്റിനുള്ള കോഡാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതിൽ തന്നെ കോംപ്ലക്സിറ്റി നോക്കിയിട്ട് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഏതാണോ അത് നോക്കിയിട്ട് വേണം കോഡ് പിക്ക് ചെയ്യാൻ. Next question, a 20-month-old child is admitted to the hospital with pneumonia and acute respiratory distress. The physician spends 3 minutes intubating the child and spends 90 minutes of critical care time stabilizing the patient. ഇവിടെ ഒരു 20-month-old child ആണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. ഫിസിഷ്യൻ 3 minutes ഇൻറ്റുബേറ്റ് ചെയ്യാനും 90 minutes ഓഫ് ക്രിട്ടിക്കൽ കെയറും ആണ് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ സെക്ഷനിൽ നിന്ന് കോഡുകൾ എടുക്കുമ്പോൾ നമുക്ക് 2 types ഓഫ് കോഡുകളാണ് വരിക. അതായത് ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയറുണ്ട്, ഇൻ പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയറുണ്ട്. ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ നമുക്ക് ഏത് ഏജ് ആണെങ്കിലും 99291 പിന്നെ ഒരു ആഡ് ഓൺ കോഡാണ് 99292 എന്നുള്ളത്. ഈ 2 കോഡുകളാണ് നമ്മൾ ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ. അതിപ്പം ഏത് ഏജ് ആയാലും നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് ആംബുലൻസിൽ വെച്ചാവാം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ചാവാം. ഇനി വരുന്നത് ഇൻപേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ ആണ്. ഇൻപേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആണ്, അതായത് ICUലാവാം, NICUലാവാം, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ്. അപ്പോൾ ഇൻപേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ നമ്മൾ 6 years ആൻഡ് എബൗവിനാണെങ്കിൽ ഈ 99291 99292 എന്നുള്ള കോഡ് തന്നെയാണ് കൊടുക്കുക.
പക്ഷെ ബിലോ 6 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ വേറൊരു സെക്ഷനിൽ നിന്നാണ് കോഡുകൾ എടുക്കുക. 99468 തൊട്ട് 99476 വരെയുള്ള കോഡുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻ പേഷ്യൻറ്റിൻ്റെ കേസിൽ പേഷ്യൻറ്റിൻ്റെ ഏജ് നോക്കിയിട്ടാണ് കോഡുകൾ കൊടുക്കുക. ഔട്ട് പേഷ്യൻ്റ് ആരായാലും ഏത് ഏജ് ആയാലും നമുക്ക് സെയിം കോഡ് തന്നെ, 2 കോഡുകളേ ഉള്ളൂ, അതാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമ്മുടെ 20 month ഓൾഡ് ചൈൽഡാണ്, അതായത് ബിലോ 6 ഇയേഴ്സ് വരുന്നതാണ്, ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ക്രിട്ടിക്കൽ കെയർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലും സിയിലും 99291 99292 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ക്രിട്ടിക്കൽ കെയർ ഔട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ എബവ് 6 ഇയേഴ്സ് ഉള്ള ഇൻ പേഷ്യൻറ്റിന് കൊടുക്കുന്ന കോഡുകളാണ്. സോ ഓപ്ഷൻ എയും സിയും അങ്ങനെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും ആണുള്ളത്. അതിൽ 99471 ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഇനീഷ്യൽ ഇൻപേഷ്യൻ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ പെർ ഡേ ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ക്രിട്ടിക്കലി ഇൽ ഇൻഫൻറ്റ് ഓർ യങ് ചൈൽഡ് 29 days ത്രൂ 24 months ഓഫ് ഏജ് ആണ്. 29 ഡേ തൊട്ട് 24 months വരെ, അതായത് ഇവിടെ 20 months ആണ്. സോ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനീഷ്യൽ കെയർ ആണ് പറയുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെയാണ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കിട്ടുന്ന ഇനീഷ്യൽ കെയർ ആണ് ഈ 3 minutes ഓഫ് ഇൻറ്റുബേഷനും 90 minutes ഓഫ് ക്രിട്ടിക്കൽ കെയർ ടൈമും ഒക്കെ പറയുന്നത്. ഇനി ഓപ്ഷൻ ബിയിൽ ഒരു മോഡിഫൈഡ് 25 കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 31500 എന്ന് പറയുന്ന ഒരു കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ കെയർ സർവീസസിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതായത് കുറേ സർവീസസ് ഇപ്പം പെർഫോം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ക്രിട്ടിക്കൽ കെയർ സർവീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുണ്ട്. അതെല്ലാം നമുക്ക് ആ ഓരോ സെക്ഷൻസിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻപേഷ്യൻ നിയോനേറ്റൽ ആൻഡ് പീഡിയാട്രിക് കെയർ ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡുകളല്ലേ നോക്കുന്നത്. സോ ആ ഒരു സെക്ഷൻ്റെ അവിടെ വരുന്നത്, അതായത് 99468 മുന്നേ വരുന്ന കോഡ്, ആ ഒരു പാരഗ്രാഫുകളിൽ നമുക്ക് കാണാൻ പറ്റും. എനി സർവീസസ് പെർഫോംഡ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദീസ് ലിസ്റ്റിംഗ്സ് മേ ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി ഫോർ ഇനീഷ്യേഷൻ ഓഫ് സെലക്റ്റീവ് ഹെഡ് ഓർ ടു അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ലിസ്റ്റ് ഓഫ് കോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻവെസീവ് ഓർ നോൺ ഇൻവെസീവ് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഓഫ് വൈറ്റൽ സൈൻസ്, വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നോക്കുക, ഈ എൻഡോട്രക്കിൽ ഇൻറ്റുബേഷൻ ഒക്കെ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക, ഈ 31500 വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഈ ഒരു ഇൻറ്റുബേഷൻ 31500 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇനി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 99471. Next question, subjective 6-year-old girl twisted her arm on the playground. She is seen in the ED, emergency department, complaining of pain in her wrist. Objective vital signs stable, wrist significant tenderness laterally, x-rays normal, assessment wrist sprain, plan over the counter anapprox, give twice daily with hot packs, recheck if no improvement. What is the evaluation and management code for this visit ആണ്. ഇവിടെ 6-year-old ഗേൾ പ്ലേ ഗ്രൗണ്ടിൽ വീണിട്ടാവാം, കൈ ട്വിസ്റ്റ് ചെയ്ത് ആം ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. സോ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നു. വൈറ്റലായിട്ട് നോക്കുമ്പോൾ അതൊക്കെ സ്റ്റേബിളാണ്. പിന്നെ എന്താണ്, എക്സ്റേ നോർമലാണ്. അസസ്മെൻറ്റ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് റിസ്റ്റ് സ്പ്രെയിൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോട്ട് പാക്സ് അപ്ലൈ ചെയ്യുക, ട്വൈസ് ഡെയിലി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അനപ്രോക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ റീചെക്ക് ചെയ്യാനും പറയുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പേഷ്യൻ്റ് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ അത് നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ കോഡ് എടുക്കുക. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ നമുക്ക് ന്യൂ പേഷ്യൻ്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു എമർജൻസി കേസിൽ പേഷ്യൻ്റ് വരുന്നത് തന്നെ അവിടെ ന്യൂ പേഷ്യൻ്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻസിലേക്കാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ വരുന്നത്
99221 ആണ്. അത് ഒരു ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിൻ്റെ അണ്ടറിൽ വരുന്ന കോഡാണ്. സോ അത് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഓപ്ഷൻ ബി വരുന്നത് 99284 ആണ്. ദാറ്റ് ഈസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ് വിച്ച് റിക്വയേഴ്സ് മെഡിക്കലി അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി ആൻഡ് ഓർ എക്സാമിനേഷൻ ആൻഡ് മോഡറേറ്റ് ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ മോഡറേറ്റ് ലെവലാണോ അതോ നോർമലാണോ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ, ലോ ആണോ എന്നൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. സോ ഇവിടെ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് റിസ്റ്റ് സ്പ്രെയിൻ ആണ്. അപ്പോൾ ഈ സ്പ്രെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു മൈനർ പ്രോബ്ലം അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം ആണ്. പിന്നെ വരുന്നത് ഇവിടെ ഒരു എക്സ്റേ പെർഫോം ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കൊരു മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ പറയുന്നത് എന്താ, ട്വൈസ് ഡെയിലി ഒരു ഹോട്ട് പാക്സ് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ അതെല്ലാം എന്താണ് ഒരു മിനിമൽ റിസ്ക് ഓഫ് മോബിഡിറ്റി ഒക്കെ ആയിട്ടാണ് നമുക്ക്, അതായത് മിനിമൽ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ, അതായത് ഈ 3 എലമെൻറ്റ്സിൽ ഏതെങ്കിലും 2 എണ്ണം ഒരുപോലെ വരുമ്പോൾ നമുക്ക് ആ ഒരു കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ ഡയറക്റ്റ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. ഹോട്ട് പാക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഒരു നേഴ്സ് തന്നെ മതിയാവുന്നതാണ്. ഒരു ഡോക്ടർ ഡയറക്റ്റ്ലി ഇവിടെ വന്ന് പെർഫോം ചെയ്യണം എന്നൊന്നും ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 99281 ആണ് അപ്രോപ്രിയേറ്റ് കോഡായിട്ട് വരുന്നത്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ വിസിറ്റാണ്. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ് ദാറ്റ് മേ നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. ഒരു ഫിസിഷ്യൻ്റെ അണ്ടറിൽ ഒരു സൂപ്പർവിഷനിൽ ഒരു നേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അല്ലാതെ ഇവിടെ നമുക്കിപ്പം എന്താണ് ഒരു ഡോക്ടർ വന്ന് ഹോട്ട് പാക്ക് അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2-year-old established patient is coming in with his mom to see his pediatrician for fever, sore throat and pulling of the ears. The physician performs a brief history along with a problem pertinent review of systems. A limited exam was performed on the ears, nose and throat and respiratory systems. A strep culture was taken and came back positive. A diagnosis was also made of the infant having acute otitis media with effusion. The medical decision making was of moderate complexity with the giving of a prescription. What CPT code should be reported? ഇവിടെ ഡയറക്റ്റ് ആണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. ഇവിടെ ഡയഗ്നോസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ICD കോഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഡയഗ്നോസിസ് നോക്കിയിട്ടായാലും നമുക്ക് കോഡുകൾ കൺഫേം ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ സിന്ന് ന്യൂ പേഷ്യൻറ്റിൻ്റെ കോഡുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 99204 ആണ്. അത് ഓഫീസ് ഒരു ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ഓഫ് എ ന്യൂ പേഷ്യൻറ്റിൻ്റെ സർവീസിന് വരുന്ന കോഡാണ്. സോ അത് നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ് എന്നുള്ളത്. ഇനി എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകളാണ് ഓപ്ഷൻ ബിയും സിയും ഡിയിലും വരുന്നത്. 213, 212 ആൻഡ് 214. ഇതിൽ തന്നെ നമുക്ക് എന്താണ് മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മോഡറേറ്റ് കോംപ്ലക്സിറ്റി വരുന്നത് 214 ആണ്. 212 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. 213 എന്ന് പറയുന്നത് ലോ ലെവലാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് 99214 that is office or other outpatient visit for evaluation and management of an established patient with moderate level of medical decision making എന്നുള്ള കോഡ് എടുക്കാം. Next question. Bill, a retired US Air Force pilot, was on observation status 12 hours to assess the outcome of a fall from the back of a pickup truck into a gravel pit. The physician discharged Bill from observation that same day after determining that no further monitoring of his condition was necessary. The physician provided a comprehensive history and examination and indicated that the medical decision making was of a low complexity. So ഇവിടെ ഒരു പേഷ്യൻറ്റിനെ 12 hours ഒബ്സർവേഷനിൽ വെച്ചു. അഡ്മിഷൻ്റെ സെയിം ഡേയിൽ തന്നെ ഡിസ്ചാർജും ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ പോലും
സെയിം ഡേ ഓഫ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേറൊരു ഒരു സെക്ഷൻ തന്നെ കോഡുകളുണ്ട്. സോ അവിടെ നിന്ന് വേണം നമ്മൾ കോഡുകൾ എടുക്കാനായിട്ട്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എയും സിയും ഡിയും ഒക്കെ പറയുന്നത് ഇൻപേഷ്യൻ്റ്, ഇനീഷ്യൽ കെയർ, സബ്സിക്വൻറ്റ് കെയർ, അതുപോലെ ഓഫീസ് വിസിറ്റ് അതൊക്കെയാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബിയിൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ കെയറിലെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ ദ സെയിം ഡേറ്റിൽ വരുന്ന കോഡ് വരുന്നേ ഉള്ളൂ. സോ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ലോ ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണെന്നുള്ളത്. സോ 2, 3, 4 പറയുന്നതും അത് തന്നെയാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ഓർ ലോ ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഡ് എടുക്കാവുന്നതാണ്. ഓപ്ഷൻ ബി 99234. Next question. A 56-year-old established male patient presents to his family physician for a preventive checkup at the local outpatient clinic. The physician conducts a multi-system history and physical examination and the checkup takes 45 minutes. ഇവിടെ പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അതായത് നമുക്കറിയാം പല ആളുകളും ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇയർലി ചെക്കപ്പുകൾ അണ്ടർഗോ ചെയ്യാറുണ്ട്. അതായത് ഒരു ഡിസീസ് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ ഫുൾ ബോഡി ചെക്കപ്പുകളും സ്കാനിങ്ങുകളും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ഒരു സർവീസസ് ആണ് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ ഒരു സെക്ഷൻ ഓഫ് കോഡുകൾ തന്നെയുണ്ട്. അതിൽ ന്യൂ പേഷ്യൻറ്റും ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും ഉണ്ട്. അതായത് ആദ്യമായിട്ട് ഒരാൾ പ്രിവെൻറ്റീവ് മെഡിസിൻ ചെക്കപ്പിന് വരികയാണ്, അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആളാണെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറയാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു 56-year-old ആണ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ന്യൂ പേഷ്യൻ്റ് ആണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണെങ്കിലും ഏജ് വെച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഏജിനനുസരിച്ച് നമുക്ക് കോഡുകളും ചേഞ്ച് ചെയ്യുന്നതാണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ് എന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ മൾട്ടി സിസ്റ്റം ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ ചെക്കപ്പ് 45 minutes ഒക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ കോഡുകൾ എടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ കോഡുകൾ എടുക്കുക. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ മാത്രമല്ല ഏതൊരു ചാപ്റ്ററിലായാലും നമുക്ക് എന്ത് പ്രൊസീജിയറാണോ ചെയ്തത് ആ കറക്റ്റ് പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ നിന്ന് കോഡുകൾ എടുക്കൽ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ സർജറി ചാപ്റ്ററുകളിലാണെങ്കിൽ എക്സിഷൻ 2 ടൈപ്പിൽ ചെയ്യാറുണ്ട്. ഒരു എക്സിഷൻ്റെ അണ്ടറിലുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട്, അതുപോലെ ലാപ്രോസ്കോപ്പിക്കലി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴി ചെയ്യുന്ന എക്സിഷനും ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്കോപ്പ് യൂസ് ചെയ്താണ് ഒരു പെർട്ടിക്കുലർ എക്സിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എൻഡോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന കോഡാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലും. ഇപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകൾ തന്നെ എടുക്കുക. അവിടെ തന്നെ ന്യൂ പേഷ്യൻറ്റും ഉണ്ടാവും, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്നുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ പേഷ്യൻ്റ് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെയുള്ള കോഡുകൾ എടുക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 99391 തൊട്ട് 3967 വരെയാണ് പ്രിവെൻറ്റീവ് മെഡിസിനിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡുകൾ വരുന്നത്. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് 99396. അതായത് ഈ ഒരു റേഞ്ചിൽ വരുന്ന ആകെ ഒരു കോഡ് 99396 ആണ്. സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ പീരിയോഡിക് കോംപ്രഹെൻസീവ് പ്രിവെൻറ്റീവ് മെഡിസിൻ, റീവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിംഗ് ആൻ ഏജ് ആൻഡ് ജെൻഡർ അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി, എക്സാമിനേഷൻ, കൗൺസിലിംഗ് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ഗൈഡൻസ് ഓർ റിസ്ക് ഫാക്ടർ റിഡക്ഷൻ, ഇൻ്റർവെൻഷൻസ് ആൻഡ് ദി ഓർഡറിംഗ് ഓഫ് ലബോറട്ടറി ഓർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് 40 to 64 years ആണ്. സോ ഇവിടെ നമ്മുടെ പേഷ്യൻറ്റ് 56-year-old ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 99396. Next question. Kara Hendricks, a 37-year-old female, is an established patient who presents to the office with pain in the
RLQ with fever. The physician takes a detailed history and performs a detailed examination. The medical decision making is noted to be of a low complexity. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, ലോ കോംപ്ലക്സിറ്റി MDM ആണ്. സോ ഡയറക്റ്റ്ലി കോഡ് എടുക്കാവുന്നതേ ഉള്ളൂ. സോ ലോ കോംപ്ലക്സിറ്റി വരുന്ന MDM വരുന്ന എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റ് കോഡ് എന്ന് പറയുന്നത് 213 ആണ്, 99213. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പം ഈ ഒരു കൺസെപ്റ്റ് തറവായെന്ന് വിചാരിക്കണം. അതായത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. അതുപോലെ കോംപ്ലക്സിറ്റി തന്നിട്ടുണ്ട്. ഇനി കോംപ്ലക്സിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് നോക്കുക. ആ പ്രോബ്ലം ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആണോ, മൈനർ പ്രോബ്ലം ആണോ, ഒരു ക്രോണിക് ആണോ, അക്യൂട്ട് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ലെവലാണ് എടുക്കേണ്ടത് എന്ന് നോക്കേണ്ടത്. സോ ഇവിടെ ഡയറക്റ്റ്ലി ലോ ലെവലാണ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി 99213 എടുക്കാവുന്നതാണ്.